ഹിന്ദുമത വിശ്വാസപ്രകാരം 144 വർഷത്തിലൊരിക്കൽ കൊടിയേറുന്ന ഉത്സവം. അമൃതതുള്ളികൾ വീണ സ്ഥലങ്ങളിൽ പിന്നീട് ഉണ്ടായതെന്ത്? എല്ലായിടത്തു നിന്നും ആളുകൾ എത്തുന്നു. ക്ഷണങ്ങളില്ല, പ്രഖ്യാപനങ്ങളില്ല, വഴി നയിക്കുന്ന വിശ്വാസം മാത്രം. വെൽക്കം ടു ദ ഷോ ദ ലാൻഡ്സ്കേപ്പ്. ദക്ഷിണേന്ത്യയിലെ ഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ നിള നദി എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും പവിത്രവും പുരാതനവുമായ നദികളിൽ ഒന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് 209 കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകുന്ന ഈ നദി സംസ്ഥാനത്തെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി കൂടിയാണ്. മലപ്പുറം തിരുനാവായയിൽ പുഴയും പരിസരവും ഭക്തിസാന്ദ്രമായതോടെ പുണ്യഗംഗയായി മാറി നിള നദി. കേരള കുംഭമേളയുടെ ഭാഗമായി നടക്കുന്ന നിള സ്നാനത്തിലും നിള ആരതിയിലും പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തുന്നത്. വാരണാസിയിൽ നടക്കാറുള്ള ഗംഗാ ആരതി നടത്തുന്ന പണ്ഡിറ്റുകളാണ് നിള ആരതിക്കും നേതൃത്വം നൽകുന്നത്. എന്തുകൊണ്ട് തിരുനാവായയ്ക്ക് വലിയ ആത്മീയ പ്രാധാന്യമുള്ളത്? ഏകദേശം 37,000 ജനസംഖ്യയുള്ള ഒരു ചെറിയ പട്ടണമായ തിരുനാവായയിൽ നിരവധി പുരാതന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൻ്റെ ആഴത്തിൽ വേരൂന്നിയതുമാണ്. 12 വർഷത്തിലൊരിക്കൽ ഐതിഹാസികമായ മാമാങ്ക ഉത്സവം നടക്കുന്നതിനാലും ഈ പട്ടണം അറിയപ്പെടുന്നു. മഹാമാകം പുതുതായി സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമല്ല. ഏകദേശം 250 വർഷം പഴക്കമുള്ള ഒരു പൈതൃകത്തിൻ്റെ പുനരുജ്ജീവനമാണിത്. ഒരു കാലത്ത് ഈ പ്രദേശത്ത് മഹാമങ്കൻ ഉത്സവം എന്നറിയപ്പെട്ടിരുന്നു. കാലക്രമേണ ഈ പാരമ്പര്യം പൊതുജനങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയി. തിരുനാവായയിലെ മഹാമാഘ പാരമ്പര്യം 250 വർഷം പഴക്കമുള്ളതാണെന്നും കുംഭമേളയുടെ മാതൃകയിലുള്ള ഒരു സഭയുടെ രൂപത്തിലുള്ള അതിൻ്റെ പുനരുജ്ജീവനം കേരളത്തിന് ഒരു ചരിത്രപരമായ ആത്മീയ നവോത്ഥാനത്തെ അടയാളപ്പെടുത്തുന്നുമെന്നുമാണ് ജുന അഗാണ്ടയുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പ്രസ്താവിച്ചത്. എന്നാൽ പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന ഒരു സുപ്രധാന ആത്മീയ പരിപാടിയാണ് കേരള മഹാമാഘം 2026. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കുംഭശൈലി ഉത്സവം എന്ന് പരക്കെ അറിയപ്പെടുന്നു. ഇനി എന്താണ് പ്രയാഗ്രാജ് കുംഭമേള? എന്താണ് ഇതിൻ്റെ ഐതിഹ്യമെന്ന് നോക്കാം. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു. ലക്ഷ്മി ദേവി, ഐരാവതം, അപ്സരസ്, കൽപ്പവൃക്ഷം, കാമധേനു, പശു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളും ഇങ്ങനെ ലഭിച്ചു. അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധനന്തിരി പ്രത്യക്ഷപ്പെടുകയും അമൃത് കലശം പുറത്തു വന്നയുടൻ അത് ലഭിക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി. ഈ യുദ്ധം 12 ദിവസം തുടർച്ചയായി തുടർന്നു. ഈ യുദ്ധത്തിൽ ഭൂമിയിലെ 4 സ്ഥലങ്ങളിൽ കലത്തിൽ നിന്ന് ഏതാനും തുള്ളി അമൃത് വീണുവെന്നാണ് വിശ്വാസം. ഭൂമിയിൽ അമൃത തുള്ളികൾ വീണ അതേ 4 സ്ഥലങ്ങളിലാണ് കുംഭമേളയും നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രയാഗ്രാജ്. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവ് എന്ന ബഹുമതിയോടെ തീർത്ഥരാജ് എന്നും അറിയപ്പെടുന്നു. ഹിന്ദുമത വിശ്വാസപ്രകാരം 12 വർഷത്തിലൊരിക്കൽ ഒരു പതിവ് കുംഭമേള നടക്കുന്നു. വ്യാഴം വൃശ്ചിക രാശിയിൽ നിന്നും തുലാം രാശിയിലേക്കും പിന്നീട് കുംഭം രാശിയിലേക്കും സഞ്ചരിക്കുന്ന ചക്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള 12 പൂർണ്ണ കുംഭമേളകൾ പൂർത്തിയാകുമ്പോഴാണ് ഒരു മഹാകുംഭമേള വരുന്നത്. 144 വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് സംഭവിക്കൂ. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയായിരുന്നു നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആ മഹാകുംഭമേള നടന്നത്. കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഉൾപ്പെടെയാണ് സംഗമത്തിൽ പങ്കുചേരുക. മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമസ്ഥാനത്ത് മുങ്ങിക്കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷികളാകാൻ രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി ആളുകൾ ഇവിടെ എത്താറുമുണ്ട്. ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദിശങ്കരാചാര്യരാണ് കുംഭമേളക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയതെന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത്. 4 തീർത്ഥസ്ഥലങ്ങളിൽ 4 പീഠങ്ങൾ സ്ഥാപിച്ചതും ഉൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം അദ്ദേഹം ഉറപ്പുവരുത്തി. ഇന്നും കുംഭമേളകളിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട സന്യാസിമാരും ശിഷ്യന്മാരും പങ്കെടുത്തു വരുന്നു. ഇനി 2169 അടുത്ത മഹാകുംഭമേള നടക്കാനിരിക്കുന്നത്. പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. ഐ എം ശാലിനി, മീഡിയ 7 Entertainments. താങ്ക് യു.